നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിഷ്ണു CK സാറാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുള്ള, ഒപ്പം ഒരുപാട് നാളുകളായിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരിശീലന മേഖലയിലൊക്കെയുള്ള സാറാണ് വിഷ്ണു CK സാറ്. നമുക്ക് സാറിനോട് തന്നെ ഈ ഒരു എക്സാമിന്റെ A to Z കാര്യങ്ങൾ, അതായത് ഒരു ബേസ് ഒരു കുട്ടി പഠിച്ചു തുടങ്ങുന്നത് മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമസ്കാരം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പരീക്ഷ ആക്ച്വലി ഒരുപാട് കുട്ടികൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു പരീക്ഷയാണ്. ഒരു വിഭാഗം കുട്ടികൾ മാത്രം പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ നോട്ടിഫിക്കേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ കുട്ടികൾക്ക് ഒരു അവയർനെസ് എന്നുള്ള നിലയ്ക്ക് എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു എക്സാം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊരു ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള എക്സാമുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏത് ബിരുദധാരികൾക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും ഒക്കെ ആർക്ക് വേണമെങ്കിലും എഴുതാം, എനി ഡിഗ്രി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പൊതുവേ കുട്ടികളുടെ ഇടയിൽ ഇല്ല. കാരണം ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ +2 സയൻസ് അല്ലെങ്കിൽ +2 ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി ഓപ്ഷനായിട്ട് എടുത്തിരുന്ന ഒരു കുട്ടിക്ക് വേണമെങ്കിൽ എക്സാം എഴുതാം. അപ്പോൾ ഈ ഒരു അവയർനെസ് ആണ് പലർക്കും അതില്ലാത്തത്. അപ്പോൾ ഞാനിത് എക്സാം അപ്ലൈ ചെയ്തപ്പോഴും ചുമ്മാ ഒരു നോട്ടിഫിക്കേഷനിൽ കണ്ടതുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്തു. അപ്പോഴും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. എന്താണ് ഈ തസ്തിക, എന്താണ് ഇതിന്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ്, ജോലി എന്താണ്, അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ഒരു അവയർനെസ് ആ സമയത്ത് പറഞ്ഞു തരാനുമില്ല. പിന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും ആരും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് അവർക്ക് ഇല്ല, അധികം ആരും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. അതാണ് ഇതിൻ്റെ ഒരു. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം, യോഗ്യതയിൽ നിന്ന് തന്നെ നമുക്ക്. അതായത് ആർക്കൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? ഇപ്പൊ പറഞ്ഞു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അത് മാത്രമാണോ അതോ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും? PSCയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ബിരുദം അവർ പറയുന്നുണ്ടെങ്കിലും എനി ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനി ഡിഗ്രി എന്നല്ല, ബിരുദം എന്നാണ് പറയുന്നത്. പക്ഷെ അവരൊരു ക്ലോസ് വയ്ക്കുന്നത് +2 ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓപ്ഷനായിട്ട് പഠിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. ഒരു സബ്ജക്ട് അതിൽ ഉണ്ടാവണം. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ +2 സയൻസ് എടുത്ത ഒരാൾക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ +2 സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജി സയൻസ് ആണെങ്കിലും അതിനകത്ത് മാത്സ് ഓപ്ഷണലാണ്, ബയോളജി ഓപ്ഷണലാണ്. അപ്പോൾ എന്തായാലും അപ്ലൈ പറ്റും. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ മാത്സ് ഓപ്ഷണൽ ആയിട്ട് വരും. കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ഓപ്ഷണൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ബയോളജി ഓർ മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ +2 ലെവലിൽ ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവം. ഇതാണ് +2 ലെവലിൽ നിങ്ങൾ ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാത്സ്, ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ച +2 ലെവൽ കോഴ്സിൽ ഉണ്ടെങ്കിൽ, ഡിഗ്രിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ആ ഒരു എക്സാമിന്റെ നമ്മൾ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, സിലബസ് നോക്കി കഴിഞ്ഞാൽ അതിലും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമുക്ക് ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സയൻസ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ ഒരു ഡയറിയുടെ കുറച്ചൊരു 20 മാർക്കിന്റെ പഠിക്കാനുണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അതായത് നോർമൽ പരീക്ഷ പോലെ തന്നെയാണ്, ഒരു PSCയുടെ നോർമൽ പരീക്ഷ പോലെ തന്നെ 100 മാർക്കിന്റെ OMR പരീക്ഷ തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ല, OMR പരീക്ഷ തന്നെയാണ്. പക്ഷെ അതിനകത്ത് വരുന്നത് ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇനി അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ സിലബസ് നോക്കിയ സമയത്ത് മാത്തമാറ്റിക്സിന്റെ ബാക്കിയൊക്കെ ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ മാത്സിന്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ പഴയ +2 ഓർമ്മയിലോട്ട് പോയി. നോർമൽ മാത്സ് അത് നമുക്ക് മാത്സിൽ ചെയ്യാൻ പറ്റും. ചില ആളുകൾ മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ എക്സാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ ഞാനൊക്കെ ചെയ്തത് എന്താന്ന് പറയാം. കാരണം ഞാൻ കുറച്ച് മാത്സ് വീക്കാണ്. കാരണം ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പൊ മാത്സ് ഭയങ്കര വീക്കാണ്. അപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ടോപ്പിക്കുകൾ, ഇപ്പോൾ സെറ്റ് എടുത്ത് നോക്കാം. സെറ്റ് 4 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാലോ. അതുപോലെ തന്നെ മെട്രിക്സ് അതൊരു 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി. എന്നാൽ നേരെ മറിച്ച് ഇപ്പം ഡെറിവേറ്റീവ്സിന്റെ പോർഷനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അത് 1 മാർക്കേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ മാത്സിൽ അഡോപ്റ്റ് ചെയ്തത്. അതായത് അവിടെ ഒരു കാര്യമുള്ളത്, ഇപ്പൊ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ മാത്തമാറ്റിക്സിൽ നോർമൽ +1 +2ന്റെ സിലബസ് എന്താണോ ആ സിലബസ് അതേപോലെ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടിരിക്കുന്നത്. അതായത് സെറ്റ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഡിറ്റർമിനേഷനുമായി ബന്ധപ്പെട്ട മെട്രിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടോപ്പിക്കിനോടൊപ്പം അതിന് എത്ര മാർക്കിന് ചോദിക്കുമെന്നും സിലബസിൽ തന്നെ പറയാം. എത്ര മാർക്കാണ്, അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കാം. ഇപ്പൊ അവന് ഒട്ടും അറിയാത്തൊരു സബ്ജക്റ്റ് ആണ്, അതിന് മാർക്ക് കുറവാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ പോലും ബുദ്ധിമുട്ടില്ല. മറ്റൊരു ഭാഗത്ത് നമ്മളെ സംബന്ധിച്ച കട്ട് ഓഫ് കടന്ന് കിട്ടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മാത്രമല്ല റാങ്ക് മേക്കിംഗ് ആണ് കേട്ടോ ചില കാര്യങ്ങൾക്ക്. കാരണം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പോൾ ഞാൻ ബോട്ടണി ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞു, എന്നാൽ മറ്റൊരാൾ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, മറ്റൊരാൾ കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ബോട്ടണി അറിയണമെന്നില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി മറ്റ് സബ്ജക്ട് എങ്ങനെ പഠിക്കുന്നു എന്ന പോലെ ഉണ്ടാവും. അതാണ് അതിന്റെ റാങ്ക് മേക്കിംഗ് പാർട്ട് വരുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ചോദിച്ചു സാർ, അതായത് ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. അതായത് ഒരു കുട്ടി +2
കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് വിചാരിക്കാം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കാനായിട്ടുണ്ട്. മാത്സ് ഓപ്ഷണൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ചിലപ്പോൾ പ്ലസ് ടുവിൽ വല്ല ഡിഗ്രിക്ക് വന്നപ്പോഴത്തേക്കും വല്ല ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഹിസ്റ്ററിയോ എക്കണോമിക്സോ ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളായിരിക്കും ഡിഗ്രിക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും, എനിക്കിത് പഠിക്കാൻ പറ്റും. അതായത് സിലബസ് സയൻസ് ആണ് കൂടുതൽ, മാത്സും ആണ് വരുന്നത്, പക്ഷെ എനിക്ക് ആ മാത്സിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വരും. അവർക്ക് എന്താണ് ഒരു കോൺഫിഡൻസ്, പറ്റുമോ അതോ എന്തായാലും പ്രയാസം? അതായത് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു +2 നോളജ് മതി. ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ വെക്കുന്നേ ഉള്ളൂ. പക്ഷെ +2ന്റെ ഒരു എന്താ NCERT +1 +2 ആ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതലും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ മാത്രമല്ല മൊത്തം 1 വേർഡ്. അപ്പൊ കഴിഞ്ഞ ഇനി മാറുമെന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ 1 വേർഡ് ആണ്. ഒരു ചോദ്യം ഒരു ഉത്തരം. അതെ, അപ്പൊ നമുക്ക് ആ ഫാക്ട് തന്നെ പഠിച്ചു പോയാൽ മതി. ഇപ്പൊ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെല്ലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ സെൽ ഓർഗനൽസ്, അപ്പൊ അതിലുള്ള ഫാക്ടുകളാണ് ഇവർ എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഫാക്ട് മാത്രം പഠിച്ചു പോയാൽ മതി. ഇനിയിപ്പോ പാറ്റേൺ മാറുമെന്ന് അറിയില്ല. സ്റ്റേറ്റ്മെന്റ് ഏതായാലും നിലവിലത്തെ പരീക്ഷയ്ക്കില്ല, ഇല്ല ഇതുവരെ നടത്തിയതിലില്ല. അത് മാത്രമല്ല തൊട്ട് മുമ്പത്തെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം സിലബസ് മാറിയതാണ്. അതെ അതെ. അപ്പൊ ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഈ സിലബസ് കുറവാണ്. പിന്നെ അതെ, അത് പറയാനും പറ്റത്തില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയോട് കൂടി ഒന്ന് മനസ്സിലാക്കി പോവാ. കാണാപ്പാടം പഠിക്കാന്നതിലുപരി ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ പഠിക്കാൻ പറ്റും. ഇത് നിങ്ങളിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ആളല്ലെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഫിസിക്സ്, നമ്മളിപ്പോ PSC LDC പരീക്ഷ എടുക്കാം. LDCയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റ് ഉണ്ട്. ഇതിലുള്ള കുറെ ടോപ്പിക്കുകൾ എവിടെയുണ്ട്, ഈ പറയുന്ന സിലബസിലുണ്ട്. കുറച്ചുകൂടി അഡീഷണൽ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഈ സയൻസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്, ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്? ഇപ്പം മാത്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇതിൽ ഒരു ദിവസം ഇപ്പോൾ പഠിക്കുമ്പോൾ ഇത്ര മണിക്കൂർ, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് 15 മണിക്കൂർ പഠിച്ചാൽ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അങ്ങനെ കേട്ടിട്ടുണ്ട്. സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് തോന്നുന്നത്? ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം? ഏത് മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് തുടക്കത്തിലും പറഞ്ഞല്ലോ, ഒന്നാമത് അപ്ലൈ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവസാനം ഒരു 2 മാസം ആയ സമയത്താണ് ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ആ 2 മാസ കാലയളവിലാണ് പഠിച്ചത്. ആകെ 2 മാസമാണ് കൂടുതൽ എഫേർട്ട് എടുത്തത്. കൂടുതൽ എഫേർട്ട് എടുത്തത്. അല്ലെങ്കിൽ 2 മാസമാണ് ഇതിനു വേണ്ടി ഇരുന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനെ കുറിച്ച് നമുക്കൊരു ബോധമില്ല. മുന്നേ വേറെ എക്സാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സാം പിന്നെ വന്നതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു, ഇപ്പോഴാണ് ഹാൾ ടിക്കറ്റ് വരുന്നത്. അങ്ങനെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ 2 മാസമല്ലേ ഉള്ളൂ, അപ്പൊ പഠിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെയ്തത് പറഞ്ഞാൽ സെലക്റ്റീവായിട്ട്. ഇപ്പൊ ബോട്ടണി ആയതുകൊണ്ട് അത് ഞാൻ എല്ലാം പഠിച്ചു. പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും 20 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല നമ്മൾ LD ആയാലും ഒക്കത്തിലും പഠിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഒരു ഇംഗ്ലീഷ് ടൈപ്പിൽ പഠിക്കേണ്ടി വരും എന്നുള്ളൊരു, പരീക്ഷ ഇംഗ്ലീഷിലാണ്, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. മലയാളത്തിലില്ല, ഇംഗ്ലീഷിലാണ് ചോദിക്കുക. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഫോഴ്സ് ആയാലും ഒക്കെ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ അത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാവുന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സെലക്റ്റീവായിട്ട് പഠിക്കുക. പിന്നെ മാത്സ് ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അറിയാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു, അറിയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു. അപ്പൊ അതായത് ഇത്രയും ചെയ്യേണ്ടുള്ളൂ. മാർക്ക് നമ്മൾ സെക്യൂർ ആക്കുക. അതായത് എന്താ പറയുക, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക, കിട്ടുന്ന മാർക്ക് സേഫ് ആക്കി വെക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഡയറി ഉണ്ടല്ലോ, ഡയറി സയൻസ്, അത് 20 മാർക്കിനുണ്ട്. അപ്പൊ അതിലും തന്നെ നമുക്ക് എന്തായാലും പഠിക്കണം. 20 മാർക്കിനുണ്ടാകുമ്പോൾ എല്ലാവരും പഠിക്കും. അപ്പൊ ആ ഒരു സബ്ജക്ട് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ അത് മാൻഡേറ്ററി ആയിട്ട് തന്നെ പഠിക്കുക. അത് നമ്മൾ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിലോട്ട് സ്പെഷ്യൽ ടോപ്പിക്, കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ എല്ലാ ദിവസവും ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് ഫെമിലിയർ ആവും. അതെ, ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, ഇതിനിടയ്ക്ക് പറഞ്ഞൊരു സമയം സാറ് പഠിച്ചത് 2 മാസം കൊണ്ടാണ്. അപ്പൊ 2 മാസം കൊണ്ടാണ് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മുന്നിൽ അത്യാവശ്യ സമയം ഉണ്ട് എന്നുള്ളത്. എന്തായാലും അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് തീരും അല്ലേ? അടുത്ത വർഷമാണ് തീരും. അപ്പോൾ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ ഉറപ്പായിട്ടും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ പൂർത്തിയാക്കണം. അപ്പോൾ എന്തായാലും ഒരു 6 മാസം നമ്മുടെ മുന്നിൽ സേഫ് ആയിട്ട് കിട്ടും. ഒരു 6 മാസം നന്നായി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള സമയമുണ്ട്. ആ ഒരു സമയത്തെ പ്രോപ്പറായിട്ടൊന്ന് വിനിയോഗിച്ചാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി റാങ്ക് അടിച്ചവരുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഫോക്കസ് ഈ ഒരു എക്സാമിൽ കൊടുക്കുക എന്നുള്ളതാണ്. കുറെ എക്സാമുകൾ കൂട്ടത്തിൽ ഒരു എക്സാം എഴുതുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ട് ക്ലിയർ ആവും. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് ഞാൻ എന്തുകൊണ്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് പഠിക്കണം? അതായത് കുറേ പരീക്ഷകൾ എനിക്ക് വരുന്നുണ്ട്,
ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിന് വരുന്നുണ്ട്, LD വരുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കണം? അതിനെന്തെങ്കിലും ബെനിഫിറ്റ് നമുക്കുണ്ടോ? ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള എക്സാമുകളിൽ വെച്ച് ഇതിനുള്ള ബെനിഫിറ്റ് പറയാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞുകൊണ്ട് അത് എടുത്ത് പറയാം. അതായത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഫസ്റ്റ് ഇതാണ്. പിന്നെ വാസ്റ്റ് ആയിട്ട് GK ഒക്കെ വാസ്റ്റ് ആയിട്ട് പഠിക്കണം, എന്താ പറയാ, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, പലർക്കും ഡൗട്ട് ഉണ്ടാവും. പിന്നെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ DFIയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ, പിന്നെ ഒരു ഇന്റർവ്യൂ. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്കവിടെ നോക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മുടെ മുന്നിൽ അവർ തന്നേക്കുവാണ് ഇന്ന ടോപ്പിക്കിന് ഇന്ന മാർക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കുറച്ചുകൂടെ എന്താണ് അഡ്വാൻറ്റേജ് ആണത്. ഇന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന മാർക്കിന് കിട്ടും. അപ്പൊ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും പഠനത്തിന്റെ കാര്യത്തിൽ. ഇനി പഠനം കഴിഞ്ഞ് നമുക്ക് ജോലി പ്രവേശിക്കുന്ന ഒരു ഇതായാലും ഇപ്പൊ ചില ആളുകൾക്ക് ഓഫീസ് ജോലികൾ ഭയങ്കര മടുപ്പുള്ളവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ്. ഇത് ഓഫീസ് മാത്രമല്ല, അല്ല, ഫീൽഡ് വിസിറ്റ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 8 മാസത്തെ ഒരു പ്രീ എൻട്രി കോഴ്സ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോളേജ് ലൈഫ് പോലെയാണ്, ട്രെയിനിങ് പോലെ. അപ്പൊ അത് ബാക്കിയുള്ള പോസ്റ്റുകൾക്കില്ല. അപ്പൊ അത് നമുക്കൊരു അഡ്വാൻറ്റേജ്. എന്നാൽ നമുക്ക് വേണ്ട അലവൻസോടെ കിട്ടുന്നുണ്ട്, സാലറി വിത്ത് സാലറിയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ഇതിനതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാലറി അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട്, അതായത് അത്യാവശ്യം നല്ല ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് കൊടുക്കാവുന്ന പരമാവധി സാലറി ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. 2, കോമ്പറ്റീഷൻ ലെവൽ നോർമൽ ഒരു ഡിഗ്രി പരീക്ഷയെക്കാട്ടിലും കുറവാണ്. അതായത് ഒരു വാസ്റ്റ് ഓഡിയൻസ് ഇല്ല, ഇവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ബയോളജിയോ മാത്തമാറ്റിക്സോ +2 എടുത്ത് പഠിച്ചിരിക്കണം, അതൊരു മാൻഡേറ്ററി പറഞ്ഞുകൊണ്ട് കുറെ പേര് മാറും. മൂന്നാമത്തെ ഒരു സംഗതി, സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് മാർഗം കൂടി തരുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിലും ഇന്ന ടോപ്പിക്കിന് ഇന്ന മാർഗാണെന്ന് കൃത്യമായി, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. 4മത്തെ കാര്യം, നിങ്ങളൊരു ഓഫീസ് വാസി അല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തിരുന്ന് അടച്ചു പൂട്ടിയിരുന്ന് ജോലി ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ജോലിയാണ്. നിങ്ങൾക്ക് ഓഫീസിലും വർക്ക് ചെയ്യാം, പുറത്തും പോയി വർക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയ, അതായത് ഇപ്പം ഒരു നോർമൽ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കറണ്ട് അഫെയർ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഏതാണ്ട് 14ഓളം സബ്ജക്റ്റുകൾ നേരിട്ടും അല്ലാതെയും പഠിക്കണം. തീർച്ചയായും. ഓക്കെ, പക്ഷെ ഇവിടെ വരുമ്പോൾ ആകെ 4 സബ്ജക്റ്റുകൾ. ആ 4 സബ്ജക്റ്റിലോട്ട് നമ്മുടെ പഠനം അങ്ങ് ചുരുങ്ങും. അപ്പൊ നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നത് ചുരുങ്ങും. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ തപ്പി പോകത്തില്ല, നമ്മുടെ മെറ്റീരിയൽസ് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു സാറിന് ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നതുകൊണ്ട്, ഡയറി ഫാം പഠിച്ചു തുടങ്ങാൻ പോകുന്നതുകൊണ്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ടെലിഗ്രാം മെറ്റീരിയൽസ്, യൂട്യൂബ് മെറ്റീരിയൽസ്, ആപ്പുകൾ, അങ്ങനെ. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു മെറ്റീരിയൽ ഒരു കുട്ടി എങ്ങനെ ചൂസ് ചെയ്യണം, അതെങ്ങനെ ലിമിറ്റ് ചെയ്യണം? മെറ്റീരിയൽസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് SCERT അല്ലെങ്കിൽ NCERT ആ ടെക്സ്റ്റ് ബുക്കുകൾ എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം അന്ന് ക്വസ്റ്റ്യൻസ് വരും, അത് വരണം. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് നമ്മുടെ കയ്യിലുള്ളപ്പോഴും നല്ലതാണ്. അതായത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതിൽ ഒരു ഗൈഡ് നമ്മുടെ കയ്യിലുള്ളപ്പോഴും നല്ലതാണ്. അതായത് നമുക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന സിലബസ് എല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഗൈഡ് എപ്പോഴും കൂടെ ഉള്ളത് നല്ലതാണ്. അത് ഏതൊരു എക്സാമിനും നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഡയറി ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സ്ട്രക്ചർ പഠിക്കാൻ അതിലെ മന്ത്രിതലത്തിൽ ആരൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെ ഡയറക്ടറേറ്റ് തലത്തിൽ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യക്തികളെ കുറിച്ചൊക്കെ പഠിക്കാൻ ഈ സൈറ്റ് വിസിറ്റിംഗ് നല്ലതാണ്, വെബ്സൈറ്റുകൾ. അതുപോലെ തന്നെ നമുക്കിപ്പം പശു ഇനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്, പാലുൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്, പാലിന്റെ ടൈപ്പ്, അപ്പൊ മിൽമയുടെ സൈറ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ VHSC അവർ പഠിക്കുന്ന പുസ്തകങ്ങൾ നോക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കുന്ന എന്താ പറയുക സിലബസുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഇത് മാറി, അതായത് പരീക്ഷ വരുന്ന മോഡും മാറി, ഇവരും ഈ ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പൊ അത് നല്ലതാണ്. അപ്പൊ വെബ്സൈറ്റ് പലരും നോക്കാറില്ല, അപ്പൊ അത് വെബ്സൈറ്റിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നത്. ഒഫീഷ്യൽ സൈറ്റുകൾ കൂടി പഠനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. സാർ, അതേപോലെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, സാറേ, ഇപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങണം, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്, എന്തുകൊണ്ടാണ് ഈ നേരത്തെ പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ട കാര്യമുണ്ടോ? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതിയോ? എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഒപ്പീനിയൻ എന്താണ് സാറിന്? നേരത്തെ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്തായാലും ഇത് വരും നമുക്കറിയാം. കാരണം അടുത്ത വർഷം ഇപ്പൊ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും, അപ്പൊ എന്തായാലും എക്സാം വിളിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിവിഷനുള്ള സമയം കിട്ടും. അതായത് ഇപ്പൊ നമ്മളിപ്പോ മാത്രമല്ല, നമുക്ക് ബേർഡൻ കുറയ്ക്കാൻ പറ്റും. ഇപ്പോ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ന് ബോട്ടണി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി,
സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി, ജനറ്റിക്സ്, അങ്ങനെ അവസാനത്തെ ഓട്ടപ്പാച്ചിൽ അങ്ങോട്ട് ഇല്ലാതാക്കാം. അപ്പൊ കുറച്ച് പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം അത് ഉൾക്കൊള്ളാനും പറ്റും. ഈ അവസാന സമയത്താകുമ്പോൾ നമുക്കും ടെൻഷനാവും, അയ്യോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, ഫിസിക്സ് ഒക്കെ എങ്ങനെ പഠിക്കുക, ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കി അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ടൈം അതിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു സമയം, സഫീഷ്യന്റ് ആയിട്ടുള്ള സമയം ഇപ്പോഴേ ഉണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വൈകി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാം എന്ന് വിചാരിച്ച് ആ സമയം കൂടി വെറുതെ കളയരുത് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഇപ്പൊ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സമയത്ത് ചിലപ്പം ഭയങ്കര റഷ് ആയി പോകും. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു 3-4 മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ചിലപ്പോൾ അവസാന സമയത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒന്നും എത്തിയില്ല എന്ന് വരും, ഒന്നും പഠിച്ചെത്തിയില്ല, സിലബസ് ചിലപ്പം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വരും. പക്ഷെ ഇപ്പോഴേ പോവുകയാണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറോ മാറ്റി വെച്ചാൽ ആ രീതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ സമയം കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ നല്ലത്, അത് കുറച്ചുകൂടി ബെനിഫിറ്റ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ തന്നെയാണ് സാർ. ഇനി നമ്മൾ നേരെ നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം സാറ് നമ്മുടെ ബാച്ചിൽ ബോട്ടണി എടുക്കുന്നുണ്ട്, ഡയറി ഫാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്നുണ്ട്. അപ്പൊ സാർ എങ്ങനെയാണ് കുട്ടികൾക്ക് എന്ത് കണ്ടന്റ് ആണ് അവർക്ക് കിട്ടേണ്ടത്? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചില റാങ്ക് ഫയലുകളുടെയൊക്കെ പ്രത്യേകത, ഒരു പരീക്ഷ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ 100 ചോദ്യങ്ങളും ഈ റാങ്ക് ഫയലിൽ നിന്നാണ് ചോദിച്ചത് എന്ന് അവകാശവാദമായിട്ട് വരും. അതൊരു 3000 പേജുള്ള റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവും, സാമാന്യ മനസ്സിലാവും. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട്, അത്രയും ബൾക്ക് കണ്ടന്റ് കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അപ്പൊ സാർ എങ്ങനെയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സാറിന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെല്ലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു 10-20 ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ എക്സാം ആളിലും കാണുക. അപ്പൊ കാരണം ഞാൻ പഠിച്ചൊരു മെത്തേഡ് അങ്ങനെയാണ്. അതായത് ആ പഠിച്ച സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്തത്. സിലബസ് കവർ ചെയ്യുന്നതിലുപരി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ പോയ സമയത്ത് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡയറി ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ബോട്ടണി ആയാലും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത് സാറ് ഇങ്ങനെ തന്നെയാണ്. അതായത് SCRT, NCRT സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ വരിക. നമ്മളിപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളായിരിക്കും ഒരു ക്ലാസ്സുകൾ പോകാം. ദെൻ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ദിവസങ്ങളെല്ലാം ഇവർക്ക് എക്സാംസ് ആണ്. കാരണം എക്സാമിന് വേണ്ടി മാത്രം നമ്മളൊരു ദിവസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി പഠിച്ചതുകൊണ്ട് മാത്രം ആയില്ല, കാരണം പരീക്ഷയ്ക്ക് വരുന്ന OMR പരീക്ഷയാണ്. അപ്പം എത്ര പഠിച്ചാലും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി പരമാവധി ചോദ്യങ്ങൾ ചെയ്താലേ സമയം മാനേജ് ചെയ്ത് എക്സാം. തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ബാച്ചിലും കൊണ്ടുവരുന്നത്. അപ്പം എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം, പരമാവധി നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റുമെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങാൻ എന്നുള്ളത് തന്നെയാണ്. സാറിന് ഒരു അവസാനമായിട്ട് കുട്ടികളോട് ഒരു അഡ്വൈസ് ആയിട്ട്, അതായത് നിങ്ങൾ ഇന്ന കാര്യം ചെയ്താലാണ് ഇനി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്ന് പറയാനുള്ളത് എന്താണ്? അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കുക, പേടിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും പഠിക്കുന്ന സമയത്തൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒരു ദിവസം നമ്മളൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക, ടിക്കറ്റ് പോവുക, ഓരോ കാര്യങ്ങൾ പോവുക. അപ്പൊ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്കോട് കൂടി തന്നെ ഇതിൽ പാസ്സാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ലാസ്റ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു നല്ല അവസരം മുന്നിൽ വന്നിരിക്കുകയാണ്. പരമാവധി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസിനകത്ത് നിർത്തുന്ന കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ബാച്ച്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഒരിക്കലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ പിന്നീട് ആവട്ടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ അവസരം മിസ്സാക്കരുത്. പരമാവധി ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ശ്രമിക്കാം. എത്ര സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾ മാറ്റി വെച്ചോ, നിങ്ങൾക്ക് വെറുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് വിഷ്ണു CK സാറാണ്. സാറിന് ഒരു താങ്ക് യു പറയാണ്. കാരണം ഒരുപാട് പേരുടെ സംശയമാണ് ഇപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയത്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും, അതൊന്ന് ഫില്ല് ചെയ്തേക്കണം. ഇനി അതല്ലെങ്കിൽ 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഒരു കൃത്യമായ മെന്റർഷിപ്പിന്റെ ഹെൽപ്പോടുകൂടി പരമാവധി ചോദ്യങ്ങളുടെ സഹായത്തോടു കൂടി ഒരു അടിപൊളി ബാച്ചിന്റെ ഭാഗമായിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന സ്വപ്നം സ്വന്തമാക്കാം. താങ്ക് യു സോ മച്ച്.